നമസ്കാരം. ഇന്ന് രണ്ടു തരം ദുരന്തങ്ങളാണ് നാം നേരിടുന്നത്. ഒന്ന് പ്രകൃതി നിർമ്മിതം, മറ്റൊന്ന് മനുഷ്യനിർമ്മിതം. ഇതിൽ പ്രകൃതി വരുത്തിവെക്കുന്നത് മഴ, ഭൂകമ്പം, സുനാമി, വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ചുഴലിക്കാറ്റ്, കാട്ടുതീ, വരൾച്ച, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയൊക്കെയാണ്. ഇനി മനുഷ്യനിർമ്മിത ദുരന്തത്തിലേക്ക് വന്നാലോ? അപകടകരമായ വസ്തുക്കളുടെ ചോർച്ച, സ്ഫോടനങ്ങൾ, രാസ അല്ലെങ്കിൽ ജൈവാക്രമണങ്ങൾ, ആണവ സ്ഫോടനങ്ങൾ, ട്രെയിൻ അപകടങ്ങൾ, വിമാന അപകടങ്ങൾ, യുദ്ധം, ഇതെല്ലാം ഇതിൽ വരുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങളെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ സ്വാധീനിക്കുന്നത് പോലെ തന്നെ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളെയും പ്രകൃതി സ്വാധീനിക്കും. പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനിർമ്മിത ദുരന്തങ്ങളും ഇക്കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ ദുരന്തങ്ങൾക്കൊക്കെ എതിരെയുള്ള തയ്യാറെടുപ്പ് വളരെ അനിവാര്യമാണ്. മറ്റൊരു വലിയ ദുരന്തത്തിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. നാം അതിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ദുരന്തം മനുഷ്യനിർമ്മിതം തന്നെയാണ്. അത് മയക്കുമരുന്നാണ്. ശക്തമായ നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും ലഹരി വസ്തുക്കളെ ആവശ്യാനുസരണം യുവതലമുറയുടെ കൈകളിൽ എത്തുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതൊരു വൻ പ്രശ്നമായി മാറുകയാണ്. UAE അടുത്ത ദിവസം ലഹരിമരുന്ന് എത്തിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. എമിറേറ്റിലെ ഒരു പ്രധാന തുറമുഖം വഴിയായിരുന്നു ഇത് കടത്താൻ ശ്രമിച്ചത്. തുറമുഖത്ത് 147.4 കിലോഗ്രാം ലഹരി മരുന്നുകളും സൈക്കോട്രോപിക് ലഹരി വസ്തുക്കളും പിടികൂടി. K9 യൂണിറ്റിന്റെയും നൂതന പരിശോധനകളുടെയും സംവിധാനങ്ങളുടെയും സഹായത്തോടെയാണ് തുറമുഖത്തെ ചരക്കിനുള്ളിൽ ഒളിപ്പിച്ച ഈ നിരോധിത വസ്തുക്കൾ കണ്ടെത്തിയത്. ഇത് ദുബായിയുടെ അതിർത്തികൾ ലംഘിക്കുന്നതിന് മുമ്പ് ഗുരുതരമായ സുരക്ഷാ ഭീഷണി ഒഴിവാക്കാൻ കാരണമായി. സുരക്ഷാ പ്രോട്ടോകോളുകളും ചട്ടങ്ങളും അനുസരിച്ചാണ് നിയമ നടപടികൾ ആരംഭിച്ചത്. ഒരു രാജ്യത്തിന്റെ സാമൂഹിക ഘടനയെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് മയക്കുമരുന്നുകളും മറ്റ് ലഹരി വസ്തുക്കളുമൊക്കെ. ഇവ ഇന്നൊരു സമൂഹത്തെ തന്നെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായി വളർന്ന് പന്തലിച്ചിരിക്കുന്നു. വിവിധ സൈക്കോ ആക്റ്റീവ് വസ്തുക്കളുടെ പതിവ് ഉപയോഗം മനുഷ്യരെ ചില ലഹരികൾക്ക് അടിമകളാക്കുന്നു. ഇന്ന് ലോകത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്ത് കൂടിയാണിത്. ഒരു വ്യക്തിയുടെ മാനസികമോ ശാരീരികമോ ആയ അവസ്ഥയെ മാറ്റുന്ന പദാർത്ഥങ്ങളാണ് ഈ ലഹരി മരുന്ന്. അവ ആ വ്യക്തിയുടെ മസ്തിഷ്കം പ്രവർത്തിക്കുന്ന രീതി, വികാരങ്ങൾ, പെരുമാറ്റം, ധാരണ, ഇന്ദ്രിയങ്ങൾ എന്നിവയൊക്കെ ബാധിക്കും. ഇത് ആ വ്യക്തിയെ കൂടുതൽ അപകടങ്ങളിലേക്ക് എത്തിക്കുകയും അവരെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്യിക്കുകയൊക്കെ ചെയ്യും. പ്രത്യേകിച്ച് യുവതലമുറയെ. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന പല കൊലപാതകങ്ങളിലും മയക്കുമരുന്നിന്റെ പങ്ക് വ്യക്തമായിരുന്നു. മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം മോഷണം, പീഡനം, കൊലപാതകം പോലുള്ള ഭീതികരമായ കുറ്റകൃത്യങ്ങളിലേക്കാണ് ഇന്നത്തെ തലമുറ ചെന്നെത്തുന്നത്. ഇതിനെല്ലാം പുറമെ അപകടങ്ങൾ, പരിക്കുകൾ, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, കൊലപാതകം, ആത്മഹത്യാ പ്രേരണ ഇവയിലെല്ലാം ചെന്നെത്തി നിൽക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ അനന്തരഫലങ്ങൾ നിരവധിയാണ്. വളരെ മനോഹരമായൊരു വാചകമുണ്ട്: മയക്കുമരുന്ന് എനിക്ക് പറക്കാൻ ചിറകുകൾ തന്നു, പക്ഷേ അവ എൻ്റെ നീലാകാശത്തെ എന്നിൽ നിന്നും അപഹരിച്ചു. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളിൽ നിന്നും അപഹരിക്കുന്ന ഒന്നിനും പിടികൊടുക്കാതിരിക്കുക, അതെത്ര തന്നെ ആകർഷകമാണെങ്കിലും. ഇന്നത്തെ ഒരു വലിയ അപകടം തന്നെയാണ് മയക്കുമരുന്ന്. അതിന് സ്വദേശിയെന്നോ വിദേശിയെന്നോ എന്നൊന്നുമില്ല. സ്വദേശി ഉപയോഗിച്ചാലും വിദേശി ഉപയോഗിച്ചാലുമൊക്കെ ഫലം ഒന്നു തന്നെയാണ്. എന്തായാലും UAE ഒരു വലിയ അപകടത്തെയാണ് കൃത്യസമയത്ത് പ്രതിരോധിച്ചത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.